വെൽക്കം ടു ഏണിങ്സ് കേരള. എല്ലാവർക്കും വരുമാനം എന്ന ഉദ്ദേശത്തോടെ ലിസ എന്നൊരു ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 10,000-ഓളം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിനകത്തൂടെ ഈ ലിസ എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 5% നിങ്ങൾക്ക് ലഭിക്കുകയും പർച്ചേസ് ചെയ്യുന്ന ലിസ എന്ന ബാഗ് മറ്റൊരാളെ പരിചയപ്പെടുത്തുന്നത് വഴി നിങ്ങൾക്കൊരു ലാഭം ലഭിക്കുകയും ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ ലിസ എന്ന ഒരു കമ്മ്യൂണിറ്റി സംവിധാനം എന്ത് ബിസിനസ് ചെയ്താലും അതിൻ്റെ എല്ലാം ലാഭവിഹിതം കിട്ടുന്ന രീതിയിലാണ് ലിസ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. വീടുകളിൽ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ല ഒരു ആശയം തന്നെയാണ് ലിസ എന്നൊരു ആപ്ലിക്കേഷൻ. ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലിസ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒരു ബിസിനസ്സിലൂടെ വീടുകളിൽ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും ആൾക്കാർ, ഒരു എക്സ്ട്രാ വരുമാനം. എന്നാൽ പല ആൾക്കാർക്കും എന്ത് ബിസിനസ് ചെയ്യണമെന്നോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ധാരണയില്ല. പല ആൾക്കാരും എന്നെ വിളിക്കുന്ന അഭിപ്രായത്തിലൂടെയാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ അതിന് നമുക്ക് ലിസ എന്നൊരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. കൂടാതെ നമ്മൾ വീഡിയോസ് വഴി ഒരു ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ചിലർക്ക് അവരുടെ മനസ്സിൽ ഒരു ആശയമുണ്ട്, ഒരു ബിസിനസ്സിനെ കുറിച്ചൊരു ആശയമുണ്ട്. ആശയം എങ്ങനെ നടപ്പിലാക്കണമെന്ന് ചിലർക്കറിയത്തില്ല. അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ വിലയിടണം, അതിൻ്റെ വേണ്ട റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കളക്ട് ചെയ്യണം, അതെങ്ങനെ പാക്ക് ചെയ്യണം, അതിൻ്റെ ബോട്ടിൽസ് എവിടെ നിന്ന് കളക്ട് ചെയ്യണമെന്നൊന്നും പല ആൾക്കാർക്കും അറിയത്തില്ല. എന്നാൽ നമുക്കൊരു ബിസിനസ് ചെയ്യാനായിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയാൽ മതി. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഫലപ്രദമായി ലിസ എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ലിസ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ സാധിക്കും. ഞാൻ മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1000-ഓളം ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. നിങ്ങളൊരു ചെറിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അതിൻ്റെ ഫോട്ടോ അയക്കുക, വില വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ രുചികരവും ഗുണമേന്മയുള്ളതാണെങ്കിൽ അതിന് നല്ല മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ടാവും. അത് ഉപയോഗിക്കുന്നവർ റെഗുലർ കസ്റ്റമറായി മാറുകയും ചെയ്യും. അത് വാങ്ങുമ്പോൾ അതിൻ്റെ 5% വാങ്ങുന്നവർക്കും കിട്ടുന്ന രീതിയിലാണ് ലിസ പ്രവർത്തിക്കുന്നത്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുമ്പോൾ FFC ലൈസൻസ് ഉറപ്പായിട്ടും വേണം. അത് അക്ഷയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഏകദേശം ഒരു വർഷത്തിന് 250 രൂപയുള്ളൂ. നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ, ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈസൻസ് ഒരു 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ലൈസൻസാണ് ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. അതിന് ഗവൺമെൻറ് സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലാണ്, ഒരു പൈസ പോലും കൊടുക്കേണ്ട, ഡോക്ടർ നിങ്ങൾക്ക് അത് കുറിച്ച് തരുന്നതാണ്. പിന്നെ ലീഗൽ മെട്രോളജിയുടെ ലൈസൻസ് വേണം, അളവ് തൂക്കത്തിൻ്റെ ഒരു ലൈസൻസ് വേണം. പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങൾക്കൊരു പേര് കണ്ടെത്തുക, നിങ്ങളുടെ ബിസിനസ്സിനൊരു പേര് കണ്ടെത്തുക. നല്ല സ്പെസിഫിക് പേരായിരിക്കണം. ഈ സ്പെസിഫിക് പേര് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കുറച്ച് നീണ്ടൊരു വീഡിയോ ആണ്, നമുക്ക് സമയം തികയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് അത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പേര് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് സാധാരണ ലൈസൻസ് എടുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ പുതിയ നിയമം സ്വിഫ്റ്റ് എന്നൊരു സംവിധാനമുണ്ട്. അത് അക്ഷയയിൽ നിന്ന് എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ അഡ്രസ്സും പാൻ കാർഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അക്ഷയയിൽ നിന്ന് സ്വിഫ്റ്റ് ലൈസൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതുവഴി നിങ്ങൾക്ക് വീട്ടിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് 6 മാസം വരെ ഈ ഒരു സംവിധാനം വെച്ച് നമുക്ക് ബിസിനസ് മൂവ് ചെയ്യാം. 6 ശേഷം നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പായി വരുന്ന സമയത്ത് ചെറിയൊരു കടമുറിയോ സംവിധാനങ്ങളെ കണ്ടെത്തിയാൽ മതി. അപ്പോഴത്തേനും നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പായി കഴിഞ്ഞിരിക്കും. നമ്മുടെ ലിസ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ട സംവിധാനങ്ങൾ നമുക്കുണ്ടാക്കും. AI ടെക്നോളജികളും സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകളെ ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ ലിസ സംവിധാനത്തിന് കഴിയും. പിന്നെ നമ്മളൊരു പാക്കിംഗ് കവർ നമ്മൾ ബോട്ടിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് സാമ്പാർ പൊടിയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അതൊരു ബോട്ടിലേക്ക് ആക്കുന്നതാണ് നല്ലത്. നമുക്കത് സ്പെസിഫിക് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുണ്ട്. പിന്നെ നിങ്ങൾക്കത് പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ മെഷീനറി കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് ഉരുക്കി ഒട്ടിച്ച് കഴിയുമ്പോഴത്തേന്, അതെങ്കിൽ ചൂടാക്കി ഒട്ടിച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ പെർഫെക്ഷൻ പോകും.
ബോട്ടിലാകുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ നമുക്ക് കസ്റ്റമർക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രോഡക്റ്റിനൊരു ലുക്കിംഗ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് ആൾക്കാർക്ക് കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക്, സാമ്പാർ പൊടിയൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ആക്കി ചെറിയ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. അത് ഏകദേശം എനിക്ക് 4 രൂപ 5 രൂപയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് തുടങ്ങുമ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോട്ടിലൊക്കെ ബൾക്കായിട്ട് മേടിക്കേണ്ടി വരികയല്ലേ, സ്റ്റിക്കറൊക്കെ അടിക്കാനായിട്ട് ഒരുപാട് പൈസയാകുമല്ലേ എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ നമുക്ക് ചെറിയ ബോട്ടിലുകൾ കിട്ടും. അത് നിങ്ങൾ ബുക്ക് ചെയ്യുക. 5-6 ബോട്ടിനെ കണ്ട് 100 രൂപയ്ക്ക് വരുവുള്ളായിരിക്കും. എന്നാലും നിങ്ങൾക്ക് ആ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം 100 രൂപ എന്ന് പറയുന്ന ബോട്ടിൽ വില കൂടുതലാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു 100 രൂപ നിങ്ങൾ മുടക്കുന്നതിൽ കുഴപ്പമില്ല. ആ പ്രോഡക്റ്റ് ആക്കിയതിന് ശേഷം ലിസ എന്ന ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്യാൻ തരുമ്പോൾ നമുക്കതൊരു ഫോട്ടോ ആക്കി മാറ്റാം. നമുക്കത് അഡ്വർടൈസ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബൾക്കായിട്ട് വരുന്ന സമയത്ത് ആ ബോട്ടിൽ തന്നെ നമുക്ക് ബൾക്കായിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഏകദേശം 100 ബോട്ടിലിന് ചെറിയ പൈസയൊക്കെ വരത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റിക്കർ കടയിൽ പോയി, സ്റ്റിക്കർ കടയല്ല, നിങ്ങൾക്ക് പ്രിൻ്റ് അടിക്കുന്ന കടയിൽ പോയി പറഞ്ഞാൽ അവർ ഒരു ഷീറ്റിൽ ഏകദേശം 36ഓളം സ്റ്റിക്കർ നിങ്ങൾക്ക് അടിച്ചു തരും. അങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്കൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആക്കി സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും. ലിസ എന്ന ആപ്ലിക്കേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് മാർക്കറ്റിലേക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രസൻറ്റ് ചെയ്യാനും സാധിക്കും. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇന്നെനിക്ക് വന്നൊരു കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വ്യക്തി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സൈഡായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, എൻ്റെ മനസ്സിലൊരു ബിസിനസ് ഉണ്ട്, സാമ്പാർ പൊടിയാണ് ആ ബിസിനസ്. തലമുറകളായിട്ട് മാറി വന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ സാമ്പാർ നമുക്ക് ടിന്നിൽ 200 ഗ്രാം 250 ഗ്രാമിൻ്റെ ടിന്നിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് ഒരു ക്വാളിറ്റി ഉണ്ട്, രുചിയുണ്ട്. പഴമയുടെ രുചിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് നല്ലൊരു റേറ്റ് നമുക്ക് മേടിക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പാർ പൊടി എന്താണ് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ പൊടി കഴിക്കുമ്പോൾ പഴമയുടെ രുചിയാണ് നമ്മൾ ശീലിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ക്വാളിറ്റിയുള്ള ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനും സാധിക്കും. മുമ്പ് പറഞ്ഞതുപോലെ ഈ ബോട്ടിൽ മേടിക്കുക, സ്റ്റിക്കർ ഒട്ടിക്കുക, അത് ലിസ്റ്റ് ചെയ്യാനായിട്ട് ലിസയിൽ ഏൽപ്പിക്കുക, അത് നമ്മൾ മാർക്കറ്റ് ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാം, അടുത്തുള്ള കടകളിൽ കൊടുക്കാം. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾക്ക് പതിയെ നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പായിട്ട് കൊണ്ടുവരുവാൻ സാധിക്കും. ഇത്രയും ചെറിയ ലൈസൻസുകളൊക്കെ മതി. ഏകദേശം ഒരു 1000 രൂപ 1500 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുവാൻ സാധിക്കും. ഒരു പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ അത് മാർക്കറ്റ് 10-20 ആക്കി പോയി കഴിയുമ്പോഴത്തേന് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവും. അത് രുചിച്ച ആൾക്കാർ പിന്നെയും ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻറ്റ് പിന്നെയും കൂടുമ്പോൾ നിങ്ങളത് പടിയായിട്ട് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. ലിസ എന്നൊരു ആപ്ലിക്കേഷനിൽ അംഗമായിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക സഹായവും ലിസ എന്നൊരു ആപ്ലിക്കേഷന് ചെയ്യാൻ സാധിക്കും. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 10,000 പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഒരാൾ 100 രൂപ നിങ്ങൾ ഏൺ ചെയ്ത്, ആരുടെ പോക്കറ്റിൽ തരണ്ട, നിങ്ങൾ ഏൺ ചെയ്ത് തന്നിരിക്കുന്ന ആ ഒരു തുകയിൽ നിന്ന് 100 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു ബിസിനസ് ചെയ്യാനായിട്ട് 10 ലക്ഷം രൂപ വരെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. ഓരോരുത്തരുടെയും ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് കൊടുക്കുവാൻ സാധിക്കുന്നത്. ചെറിയ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് 10 ലക്ഷം കൊടുക്കാൻ പറ്റത്തില്ല. അയാൾക്ക് എത്രയാണ് ആ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ തുക അത് കൊടുത്തുകൊണ്ട് ബിസിനസ്സിനെ നമ്മൾ വളർത്തിയെടുക്കുന്നു. വളർന്ന് വലുതായി കഴിയുമ്പോൾ അതിന് മെഷറീസിൻ്റെ ആവശ്യം വരുമ്പോൾ ആ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ് സംവിധാനം ലിസ എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് എങ്ങനെയാണ് ഇടപെട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മെഷീനറി മേടിക്കുന്നതിനുള്ള സഹായവും ലിസ ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് മുമ്പോട്ട് പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇനിയും നമ്മൾ സാർത്ഥതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്കൊന്നും ആകാൻ സാധിക്കത്തില്ല.
എല്ലാവരും ആ മനസ്സിൻ്റെ ബലം വിട്ട് കൈ അയച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ മനസ്സിനെ പരുവപ്പെടുത്തി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമായിട്ട് ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലിസ എന്ന ബാഗ് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നമ്പർ ജനറേറ്റ് ചെയ്ത് കിട്ടും. ആ ജനറേറ്റ് ചെയ്ത നമ്പർ വഴിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ ലിസ ആപ്ലിക്കേഷൻ നമ്മൾ ഗ്രോസറി ഐറ്റംസുകൾ കൊടുക്കുന്നുണ്ട്. ഗ്രോസറി ഐറ്റംസ് അതായത് അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾ കിറ്റായിട്ട് വാങ്ങുക. കിറ്റായിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ള സാധനം വരും. അതിൽ നിന്ന് 5% നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആ 5% നമുക്ക് വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് തരുകയും ചെയ്യാം. അതെങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പുതിയ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രോസറി ഐറ്റംസിനെ കുറിച്ച് ഞാൻ പറയുമ്പോഴാണ് വേറെ കാര്യം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പലചരക്ക് കടയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഒക്കെ സാധനം വാങ്ങുമ്പോൾ 1000-ഓളം രൂപയുടെ സാധനം വാങ്ങുമ്പോൾ ഏകദേശം 250 രൂപയിലധികം കടക്കാരൻ ലാഭം കിട്ടുന്നുണ്ട്. അത് പ്രോഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് മാർജിൻ കൂടിയത് വരുമ്പോൾ അത് പിന്നെയും കൂടും. മിനിമം ഒരു 250 രൂപയോളം നിങ്ങൾക്ക് കടക്കാരൻ ലഭിക്കും. ആ ലാഭവിഹിതം ഒരു കാരണവശാലും നിങ്ങൾക്ക് അവർ തരാൻ തയ്യാറാകത്തില്ല. 2000 രൂപയുടെ നിങ്ങൾ സാധനം മേടിച്ചാലേ ഞങ്ങൾക്ക് 250 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊരു 100 രൂപ കൊണ്ടുപോകും, ഞങ്ങൾക്ക് 150 രൂപ മതി എന്നൊരു കടക്കാരൻ പറഞ്ഞത് അറിവായിട്ട് എനിക്കില്ല. എന്നൊരു കടക്കാരൻ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറയുമെന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ലിസ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ ഗ്രോസറി ഐറ്റംസ് വാങ്ങുമ്പോഴും എന്ത് പ്രോഡക്റ്റ് വാങ്ങിയാലും അതിൻ്റെ 5% നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ കാണുവാൻ സാധിക്കും. അതിനെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത് തരുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെയും ചിന്താഗതിയിലൂടെയും മുമ്പോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുവാനും സാധിക്കും. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ എത്രമാത്രം പ്രിസർവേറ്റീവ് ചേർത്തതാണെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു ഓർഡർ വന്നു കഴിയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നവർ ഓർഡർ വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ 100 പേര് 150 പേർക്ക് വേണ്ടി ഒരു സാധനം 3-4 ദിവസത്തിനുള്ളിൽ നിർമ്മിക്കുവാൻ സാധിക്കും. അതിൻ്റെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് നിർമ്മിക്കുമ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ്സിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം 3-4 ദിവസത്തിനുള്ളിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ കസ്റ്റമർക്ക് അത് എത്തിച്ചേരും. അപ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടൈപ്പ് മുളക് പൊടി മല്ലിപ്പൊടി ആണെങ്കിലും എന്തും ആയിക്കോട്ടെ അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർത്ത് തന്നെയാണ് സാധനം വരുന്നത്, പാക്ക് ചെയ്യുന്നത്. ബൾക്ക് പ്രൊഡക്ഷൻ, ബൾക്ക് പാക്കിങ്, ബൾക്ക് പർച്ചേസ് ഒക്കെ ആയതുകൊണ്ട് പ്രിസർവേറ്റീവ് ചേർത്തില്ലെങ്കിൽ ഈ സാധനം കേടായിപ്പോകും. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഈ പ്രിസർവേറ്റീവ് ചേർത്ത പ്രോഡക്റ്റുകൾ നമ്മൾ എന്നും കഴിക്കുമ്പോൾ, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണ്, എന്നും കഴിക്കുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ ആശുപത്രിയിൽ ഒരു ഗ്യാസുമായിട്ട് ചെല്ലുമ്പോഴാണ്, ഗ്യാസ് ട്രബിളുമായിട്ട് ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വയറുവേദനയായിട്ട് ചെല്ലുമ്പോഴാണ്, ഒരു ശ്വാസമുട്ടലായിട്ട് ചെല്ലുമ്പോഴാണ് വിവരം അറിയുന്നത് നമ്മുടെ ഉള്ളിൽ എന്താണ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനിയും താമസിക്കരുത്. നിങ്ങൾ നല്ല ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശീലിക്കുക. ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ചെറിയ വില വ്യത്യാസം ഉണ്ടാവും, ഉറപ്പാണ്. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ വില താത്ത് കിട്ടും. കൂടാതെ ഇത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുമ്പോഴത്തേന് അതിൻ്റെ ഏകദേശം വില അവർക്ക് കിട്ടും. ബാക്കി സാധനം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവരെയും നമ്മൾ കുറ്റം പറയുന്നില്ല, ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ അതാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് നമ്മൾ നല്ല സാധനം ഉപയോഗിക്കാനായിട്ട് ശീലിക്കുക. അതുവഴി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. വീട്ടിലൊരു തുണിസഞ്ചി എന്ന കൺസെപ്റ്റ് മുമ്പോട്ട് വരുന്നത് വഴി നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാൻ സാധിക്കും. സേഫ് ലൈഫ് സേവ് എർത്ത് എന്നുള്ളതാണ് ലിസ എന്ന പേരിൻ്റെ ഏകദേശ രൂപമായിട്ട് നമ്മൾ കാണുന്നത്. അത് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുക. നമ്മളൊരു ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് വരിക. നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്കൊരു ബലമായിട്ട് നിൽക്കും. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെ വലിയൊരു ശക്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.